ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിബോ എന്നുള്ള ഒരു കാര്യം. സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. എന്താണ് സിബോ? എന്തുകൊണ്ടാണ് സിബോ ഉണ്ടാകുന്നത്? എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? എന്ത് കാര്യം ചെയ്ത് ഇതിനെ മറികടക്കാൻ വേണ്ടി കഴിയും? സിബോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ബാക്ടീരിയകൾ മാറി അവിടെ ചീത്ത ബാക്ടീരിയകൾ വളരുന്ന ഒരവസ്ഥയാണ്. സാധാരണഗതിയിൽ സ്മോൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ് മാത്രമേ ബാക്ടീരിയകൾ വളരുകയുള്ളൂ. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് ബാക്ടീരിയയുടെ വളർച്ച വളരെയധികം കൂടുന്നതാണ് സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത്. രണ്ട് കാരണം എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ കുടലിന് വരുന്ന ചലനത്തിൻ്റെ കുറവ്. ചലനക്കുറവ് കൊണ്ടും പലപ്പോഴും ഈ ബാക്ടീരിയ താഴേക്ക് വരുന്നതും ഭക്ഷണവസ്തുക്കൾ താഴേക്ക് വരുന്നതിൻ്റെയൊക്കെ വേഗത കുറയാം. രണ്ട്, ഘടനാപരമായ വ്യത്യാസങ്ങൾ. നമ്മുടെ സ്റ്റെനോസിസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അഡഷൻസ്, ഈ കുടലിൻ്റെ ഒട്ടിച്ചേരൽ പോലെയുള്ള പ്രശ്നങ്ങൾ, ചില സമയത്ത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലമുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൻ്റെ കുറവ്, ഇതൊക്കെ ഈ സിബോയുടെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് മാറാറുണ്ട്. മൂന്നാമതായിട്ട് കാരണം പ്രതിരോധശേഷി കുറയുക എന്നുള്ളതാണ്. പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് നമ്മുടെ ഗട്ടിൻ്റെ ബാക്ടീരിയകളാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷിയൊക്കെ നിയന്ത്രിക്കുന്നത്. അവിടെ പ്രതിരോധശേഷി കുറയുന്ന സമയത്തും സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. നാല്, മരുന്നുകൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സുകൾ പോലെയുള്ള മരുന്നുകളും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള സിബോക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുണ്ട്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് സിബോ വന്ന ഒരാൾക്ക് കാണാറുള്ളത്? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് കാണുക വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. രണ്ടാമതായിട്ട് ഡയറിയയും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകാം. ചിലർക്ക് ഡയറിയ ആയിരിക്കാം, മറ്റു ചിലർക്ക് മലബന്ധമായിരിക്കാം. ചിലവർക്ക് മലബന്ധവും ഡയറിയയും മാറി മാറി വരുന്ന അവസ്ഥയും ഉണ്ടായിരിക്കാം. മൂന്നാമതായിട്ടുള്ള കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വയറിന് ഉണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന ക്രാംപ്സ്, അല്ലെങ്കിൽ മസിൽ പിടുത്തം പോലെയുള്ള വേദനകൾ ഉണ്ടാവുക. അടുത്തതായിട്ട് നോസിയ എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി. സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. നാല്, അതികഠിനമായ ക്ഷീണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രീഷൻ്റെ, പോഷണ വസ്തുക്കളുടെ ആഗിരണ ശേഷി ഈ സിബോ ഉള്ളവർക്ക് കുറയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർക്ക് ക്ഷീണം ധാരാളമായിട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അടുത്ത പ്രധാന കാര്യം നോട്ടീസബിൾ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുക. പല കാരണങ്ങൾ കൊണ്ട് കുറയാമെങ്കിലും ഇത്തരത്തിൽ സിബോ എന്നുള്ള പ്രശ്നം വരുമ്പോൾ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂട്രീഷൻ ആഗിരണം കുറയുന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ക്രമാനുഗതമായിട്ട് ഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കാം.